കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറപ്പാടിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൗഡർ കുട്ടപ്പനാവാനുള്ള പരിപാടിയാണ്, സുന്ദരനാവാനുള്ള പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ണൻ്റെ പിറന്നാളാണ്, കണ്ണൻ്റെ പിറന്നാളിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പൗഡർ ഇവിടെ കാണാനില്ല, ഇതായിരിക്കുന്നു പൗഡർ. അപ്പോൾ പൗഡർ ഇട്ട് സുന്ദരനാവാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ പൗഡറല്ല ആ പൗഡറൊക്കെ ചോദിക്കുന്നത്. കാരണം ഇവിടെ പല വിധമുള്ള പൗഡറാണ് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കാറുള്ളത്. ഒരു കമ്പനിയിലൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ പൗഡർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. പൗഡർ ഇട്ട് സുന്ദരനാകും. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, കണ്ടില്ലേ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആരൊക്കെയാണ് ഇവിടെ സപ്പോർട്ടുള്ളതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? വീഡിയോ ഫാമിലി വ്ളോഗ് കാണാൻ കുറേ പേർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടൊക്കെ പറയണതൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ നമ്മുടെ കണ്ണൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇതാ ഗിഫ്റ്റൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നിവേദ്യമോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവന് ഗിഫ്റ്റും കൊണ്ടുപോകാം. കുഞ്ഞുമോൾ അവിടെ ഒരുങ്ങി സുന്ദരി മണിയായിട്ടിരിക്കുന്നു. അപ്പോൾ അതാ ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് തറവാട്ടിക്ക് പോണത്. അപ്പോൾ കായ്ക്ക് കെട്ടിങ്ങൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇക്കറും അശ്വതിയും നവനീതും അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇനി കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും അവിടെ ബലൂണൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നിവേദ്യമോൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ണൻ്റെ അച്ഛൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അതേ ഇവിടെ ഇരിക്കുന്നത് മേശയമേ. അവന് ഇപ്രാവശ്യം പുലി വേണമെന്ന് പറഞ്ഞിട്ടൊരു വലിയ പുലീനെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കിങ്ങിണി മോള് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ പോസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ കേക്ക് മുറിക്കാനുള്ളതിൻ്റെ തയ്യാറെടുപ്പിലാണ്, മേക്കപ്പിലാണ്. പാൻ്റ് എടുത്തത് കുറച്ച് ലൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റപ്പാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് കണ്ട. അപ്പോൾ അവൻ്റെ അച്ഛൻ വന്നിട്ട് ഇരുന്ന് സെറ്റപ്പാക്കി അവന് ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കിങ്ങിണിക്ക് കുറച്ച് പവറുണ്ട് കേട്ടോ. ഒരുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പവറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പവർ കാട്ടി നാവൊക്കെ ഇങ്ങനെ കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ആദ്യം എല്ലാവരും വന്ന് നിൽക്കുക പറഞ്ഞുള്ളൊരു സെറ്റപ്പൊന്നും നമ്മുടെ വീട്ടിലില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവർ മൂന്നാളും ഒരേപോലെ അല്ലേ, അണ്ണനും കിങ്ങിണിയും ഇക്കറും ഒരു പ്രായത്തിൻ്റെ ഒരു ഇതിലാണ്. മൂന്നാൾക്കും മുറിക്കണം, അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതേ 3 പേരേനെയും പാപ്പനെ ഒരുമിച്ച് നിർത്തിയിട്ട് കേക്കൊക്കെ അതേ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എന്ത് കേക്കാ, ബ്ലൂബെറിയുടെ കേക്കാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. എല്ലാവരും കൂടിയിട്ട് ഇതേ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കേക്ക് മുറിച്ചിട്ട് ഇനിയിപ്പോൾ അതേ എല്ലാവർക്കും പാപ്പൻ്റെ കൊടുക്കും കേട്ടോ. മാം ഒരു ആട്ടോടി കൊടുക്കൂ. അപ്പോൾ അതാ നിങ്ങൾ കേട്ടില്ലേ, എല്ലാവർക്കും ഒരുമിച്ച് ഇതാ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവർ രണ്ടുപേരും ഒരേ പ്രായമൊന്നല്ല, എന്നാലും അവർ ചെറിയ പിള്ളേരല്ലേ. അപ്പോൾ അവർക്ക് ഇപ്പോൾ കണ്ണനും കിങ്ങിണിക്കും കൊടുത്തപ്പോൾ ഇക്കറും പറഞ്ഞു എനിക്കും തന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ പക്ഷഭേദം ഇല്ലാണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെ നിവേദ്യമോൾ ഈ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിവേദ്യമോളനെ അതാണ് നിങ്ങൾ കാണാത്തത്. ഞങ്ങളൊക്കെ ഈ സൈഡിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞേച്ചിക്ക് ഇങ്ങനെ വലിയ സ്റ്റൈലിൽ ഇതേ കണ്ണൻ ഇക്രൂനും കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്നേഹമൊക്കെ തന്നെയാണ് കേട്ടോ. കുറച്ചങ്ങനെ തല്ലുവിടുന്ന് പറഞ്ഞാലും സ്നേഹമൊക്കെ തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ പുലിക്കുട്ടനും നമ്മുടെ കൂടെ പ്രാവശ്യം കേക്ക് മുറിക്കാൻ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റപ്പായി കേക്കൊക്കെ മുറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് കേക്ക് പരിപാടിയുമ്പോൾ നമ്മൾ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത കലാപരിപാടിയാണ് നമുക്ക് ഫുഡ് കഴിക്കൽ കേട്ടോ. അപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് മുറിച്ച് എല്ലാവർക്കും കഷ്ണങ്ങളൊക്കെ ആയി. അപ്പോൾ ഞാനും ഒരു കഷ്ണം കൊടുത്തു. അതിൻ്റെ ഇടയിൽ അവൻ്റെ അമ്മയും കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. കുട്ടിക്ക് എല്ലാവരും കൊടുത്തിട്ട് ആ സമയത്ത് തന്നെ കേക്ക് കഴിച്ചിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മളിത് കേക്ക് കട്ട് ചെയ്തപ്പോൾ കുഞ്ഞേച്ചി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞേച്ചി കൊടുത്തത് എന്താ വെച്ചാൽ ഡോംസ്, അവൻ മറ്റേ സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചോക്ലേറ്റും പിന്നെന്തോ ഡോംസിൻ്റെ മറ്റേ പെൻസിൽ കിറ്റ് അതൊക്കെയാണ് കേട്ടോ കുഞ്ഞേച്ചി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇക്രൂന് ഇപ്പോൾ തിരക്കായിട്ടുണ്ട്, ഇക്രൂവിൻ്റെ ഗിഫ്റ്റും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാപ്പൻ പറയുന്നുണ്ട് നിനക്ക് ഇതൊക്കെ ഫോട്ടോ എടുക്കട്ടെ അപ്പോൾ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്രോടെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞേച്ചിയുടെ നിന്നും മിച്ചേച്ചിയുടെ നിന്നും കണ്ണൻ ഗിഫ്റ്റ് മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഫോട്ടോയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 കൈ കൊണ്ടും മേടിക്കുന്നു ഇവിടെ നിന്ന് പാപ്പൻ പറയുന്നുണ്ട്. അപ്പോൾ 2 കൈ കൊണ്ടും പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇക്രൂന് തിരക്കായി. അതിൻ്റെ ഇടയിൽ കൂടെ താഴെ കൂടെ വന്നിട്ട് ഇതൊക്കെ എൻ്റെ ഗിഫ്റ്റ് മേടിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതാ മേടിച്ച് കഴിഞ്ഞ് അടുത്തത് ഇതേ റെഡി ആയിട്ട് നിൽക്കണത്. വേഗം വേഗം ദേ എൻ്റെ ഗിഫ്റ്റ് മേടിക്കുക കണ്ണാവറുണ്ട്. അപ്പോൾ നവനീതിന് കൂട്ടാണ്ട് മേടിച്ചപ്പോൾ നടക്കില്ല, ചേട്ടനെയും കൂടി വിളിക്ക്, ഗിഫ്റ്റ് രണ്ടാളും കൂടി കൊടുക്കുന്നതേ പാപ്പൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ രണ്ടാളും കൂടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പരിപാടി കേട്ടോ. അവ ഒറ്റയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ദേ നവനീതിനെയും കൂടി വിളിച്ച് രണ്ടാളിനെ സെറ്റപ്പാക്കി ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. അപ്പോൾ അതേ കണ്ണന് കൊടുക്കുന്നുണ്ട്. കണ്ണതേ പതിവില്ലാണ്ട് താങ്ക് യു കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ചിരിക്കുന്നത് കേട്ടോ. ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അവൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ ഫോട്ടോ ശരിക്കും കിട്ടാണ്ടായപ്പോൾ ഒന്നും കൂടിയും കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു ചേട്ടാ എന്ന് പറയുകയാണ് കണ്ണൻ. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തേ കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കൂടി കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ എന്തേലും പീസൊക്കെ കഴിച്ചു. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതേ പാത്രത്തിലൊക്കെ ആക്കി കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് അവരുടെ കുറച്ച് നേരം അവിടെ കയറുന്ന് കഴിക്കട്ടെ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ അതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് എല്ലാവരും വാരി തിന്നെയാണ്. അപ്പോൾ അതേ നമുക്ക് ഫുഡ് കഴിക്കാം. ഞാനിത് ആരുടെ ബർത്ത്ഡേ? അപ്പം നമ്മളിതേ ആദ്യം കുട്ടീസിന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേ കണ്ണനും ഇക്കറും ഇതേ ഒറ്റയ്ക്ക് ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. വെറുതെ കേട്ടോ കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് ഉള്ളിയിട്ട് പിന്നെ കഴിക്കലൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞീച്ചിയുടെ മടിയിലാണ് ഇപ്രാവശ്യം ഇവിടെ കിങ്ങിണി ഇരുന്നിട്ടുള്ളത്. കിങ്ങിണിക്ക് വിശക്കുണ്ട് തോന്നുന്നു. അപ്പോൾ അതേ അച്ചമ്മയും നിൽക്കുന്നുണ്ട്. അച്ചമ്മയുടെ അടുത്തും കുട്ടികളുടെ ഒപ്പം ഇരിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ വിഷുവിന് മേടിച്ച കുറച്ച് പടക്കം ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരാ ഫസ്റ്റ് വേഗം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേ പടക്കം പൊട്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ അതേ സീനി അവരെ കൊണ്ടുപോയിട്ട് കുറച്ച് കമ്പിത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ദേ ഇപ്പം എല്ലാവരും കൂടിയിട്ട് മുറ്റത്ത് നിന്ന് ഇങ്ങോട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പഴും ആ സമയമാകുമ്പോൾ ആ വീട്ടിലേക്ക് പോയിട്ടാ അവനിത് കമ്പത്തിരി നമ്മൾ കൊടുത്തയച്ചിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ അതേ കുറച്ച് നേരമൊക്കെ കത്തിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അതിൻ്റെ ഇടയിൽ ചേട്ടൻ്റെയും അനിയൻ്റെയും ഒക്കെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ രാത്രി കുറച്ച് ലൈറ്റായി നമ്മളിതേ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.